ഇപ്പോൾ മറ്റൊരു സന്തോഷിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഒരു രക്ഷാദൗത്യം, ഒരു പൂച്ചയെ ദത്തെടുത്തതിൻ്റെ വാർത്തയുമായി അനൂപ് ഇപ്പോൾ ചേരുകയാണ്. അനൂപ്, നേരത്തെ തന്നെ ഒരു വാർത്ത, നമ്മൾ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോ ഒരു കുഞ്ഞിനെ തിരിച്ചറിയാൻ ഇടയാക്കിയതുപോലെ ഒരു ദത്തെടുക്കൽ വാർത്ത കൂടി. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അനൂപ്? എല്ലാ ജീവികളെയും സംരക്ഷിച്ചും ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് അത്തരം അകപ്പെട്ടു പോയ ജീവികളെ, പശുക്കളെ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ എല്ലാം രക്ഷിക്കുകയാണ് ഈ ഇത്തരത്തിൽ നടത്തുന്ന തെരച്ചിലുകൾക്കൊപ്പം രക്ഷാപ്രവർത്തകർ. അല്പസമയം മുൻപ് ഈ ഒരു പശുക്കിടാവിനെ ഈ ദുരന്ത നിവാരണ സേന രക്ഷിച്ച് സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് തീറ്റ കൊടുക്കുകയെല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ മറ്റൊരു അനുഭവമാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലെ അംഗങ്ങൾ, പ്രവർത്തകർ, സേനാംഗങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നൊരു പൂച്ചക്കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുകയാണ്. ഇവർ തന്നെയാണ് അല്പസമയം മുൻപ് ഈ പൂച്ചക്കുഞ്ഞിനെ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. സുധീഷ് കണ്ടോത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുധീഷ് കണ്ടോത്ത് എന്ന് പറയുന്ന സേന അംഗമാണ് ഈ പൂച്ചക്കുട്ടിയെ ദുരന്ത സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ഇപ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കൽപ്പറ്റ ഫയർ സ്റ്റേഷൻ ഓഫീസിലേക്ക് ഈ പൂച്ചക്കുട്ടി എത്തിച്ചു. അവിടുന്ന് അതിന് ചില പ്രാഥമികമായ ചികിത്സകളെല്ലാം നൽകി പൂച്ചക്കുട്ടിയെ ഇപ്പോൾ അവരവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനി അവിടെ ഈ പൂച്ചക്കുഞ്ഞ് വളരുമെന്നാണ് അല്പസമയം മുൻപ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. ഏതായാലും ഒരു ആശ്വാസകരമായ കാഴ്ചയാണ് ഇതും. ഈ ചൂരൽമലയിലെ ഒരു വീട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ പൂച്ചയാണ് ഇതെന്നാണ് ഇവർ പറയുന്നത്. ഈ പൂച്ച ഈ മുഴുവൻ ഈ ചെളിയിൽ പൂണ്ട് ഇങ്ങനെ നിലവിളിക്കുകയായിരുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ കാത്ത് നിൽക്കുന്ന വിധം ഇങ്ങനെ മണ്ണിൽ പൂഴ്ന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തിയതും ഈ പൂച്ചക്കുഞ്ഞിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും പിന്നീട് പൂച്ചക്കുഞ്ഞിന്റെ ഈ ശരീരത്തുള്ള മണ്ണും ചെളിയും എല്ലാം അവർ കഴുകി ഇപ്പോൾ അതിനെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരി അനൂപ്, സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തുന്ന എത്രയെത്ര നല്ല കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓരോ രക്ഷിക്കലുകളും മലയാളിക്ക് സ്നേഹത്തിന് ഒരു മുഖമേ ഉള്ളൂ. അത് മനുഷ്യനോടായാലും ഒരു വളർത്തുമൃഗത്തോടായാലും ഒരു പട്ടിയോടായാലും പൂച്ചയോടായാലും എല്ലാം സ്നേഹത്തോട് മാത്രമേ പെരുമാറാൻ മലയാളിക്ക് കഴിയൂ. മലയാളിയുടെ ആ മഹനീയ സ്നേഹത്തിൻ്റെ ഒരു മാതൃക കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്.